പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. ആധാർ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കേരളത്തിലെ 10 ജില്ലകളിലുള്ള ആധാർ സേവാ കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ള ഒഴിവുകളിലേക്കാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. +2 വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് വിജയത്തിന് ശേഷം ITI അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ നേടിയ ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 18 വയസ്സ് പൂർത്തിയായ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ആധാർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആധാർ ഓപ്പറേറ്റർ, സൂപ്പർവൈസർ തസ്തികകളിലേക്കുള്ള കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 10 ആണ്. CSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരളത്തിലെ 10 ജില്ലകളിലാണ് ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ തസ്തികകളിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, തൃശൂർ, വയനാട് എന്നീ 10 ജില്ലകളിലാണ് ഈ തസ്തികകളിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വിജ്ഞാപന പ്രകാരം തൃശൂർ ജില്ലയിൽ 3 വേക്കൻസികളും ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിൽ 2 വേക്കൻസികൾ വീതവും മറ്റ് ജില്ലകളിൽ ഓരോ വേക്കൻസി വീതവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഈ തസ്തികകളിലേക്ക് 18 വയസ്സ് പൂർത്തിയായ നിശ്ചിത യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി 3 ഓപ്ഷൻസ് ആണ് ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഉദ്യോഗാർത്ഥി +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ 10ാം ക്ലാസ് വിജയത്തിന് ശേഷം 2 വർഷത്തെ ITI യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായി പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് വിജയത്തിന് ശേഷമുള്ള 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകൃത ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടാവണം. ഇതിനായുള്ള പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റ് മുഖേന ക്ലിയർ ചെയ്യാവുന്നതാണ്. ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് കേരള സർക്കാർ അംഗീകൃത സെമി സ്കിൽഡ് വർക്കേഴ്സിന് നൽകുന്ന വേതനമായിരിക്കും ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 10 ആണ്. CSCയുടെ ഒഫീഷ്യൽ പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, റിട്ടൺ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയിലൂടെയായിരിക്കും ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം CSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മാർച്ച് 10 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.